ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ രമേശ് ഏട്ടൻ്റെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഗേറ്റൊക്കെ തുറന്ന് വെച്ചും കഴിഞ്ഞ് അവിടെ നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ രമേശ് ഏട്ടനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ പാചകം കാണിക്കാം കേട്ടോ. ഇന്ന് പരിപ്പും കുമ്പളങ്ങയും കൂടിയിട്ടുള്ള ഒരു ഒഴിച്ചുകറി നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നാളികേരമൊക്കെ അരച്ചൊഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കറിയാണത്. അതുകൂടാതെ നമുക്ക് ഇന്ന് നല്ല അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയില നമ്മൾ കറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇടാനായിട്ട് നല്ല മൂവാണ്ടൻ മാങ്ങ കണ്ടപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂവാണ്ടൻ മാങ്ങയൊക്കെ ഇപ്പോൾ കാണുമ്പോൾ കൊതിയാവാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതാണെങ്കിലും എല്ലാം കഴിഞ്ഞു പോയല്ലോ. അപ്പോൾ ഇല്ലാതാവുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കൊതിയൊക്കെ തോന്നും. അങ്ങനെ നല്ല മാങ്ങ കണ്ടപ്പോൾ വാങ്ങിയതാണ്. അങ്ങനെ 2 മാങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ 3 അരപ്പൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണ് വറുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇന്ന് അടിപൊളി മൂവാണ്ട മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള അയലക്കറി കൂട്ടിയിട്ടാണ് കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഉള്ളിയൊക്കെ കാച്ചി ഒഴിച്ചിട്ടുണ്ട്. നാളികേരം അരച്ചുണ്ടാക്കിയ കറിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഗ്രേവിക്കൊക്കെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കൂടാതെ ഒരു രസവും നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പാചക വിശേഷങ്ങൾ ഇത്രയാണ് ഉള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ 10 മണി ഇങ്ങനെ മഞ്ഞ നിറത്തിലുള്ളത് വിരിഞ്ഞേക്കുന്നത് കാണാൻ നല്ല ഭംഗി കേട്ടോ. ഈ സൈഡിലേക്ക് ഞാൻ അങ്ങനെ വരാറില്ല. അതവിടെ തനിയെ വീണ് മുളച്ചതാണ് കേട്ടോ. നമ്മളിങ്ങനെ പറിച്ചൊക്കെ കൊണ്ടുപോകുമ്പോൾ വീണ് കിടക്കുമല്ലോ അവിടെ ഇവിടെയൊക്കെ. അപ്പോഴേക്കും അത് പിടിച്ചിട്ടുണ്ടായതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഒരേ നിറത്തിലുള്ള പൂക്കൾ ഒരുപാട് അങ്ങനെ കാണാനായിട്ട് നല്ല രസമാണല്ലോ. പിന്നെ ഇന്ന് അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മുറ്റമൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇനി എവിടെ എന്താ ചെയ്യണ്ടേന്ന് വിചാരിച്ചും കഴിഞ്ഞിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മുടെ മുറ്റവും ചെടികളൊക്കെ ഭംഗിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യും കണ്ണൊക്കെ എപ്പോഴും അതിലെത്തണം. അല്ലാതെ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ചെടിയൊക്കെ വെട്ടി ഒന്ന് നേരെയാക്കും, പുല്ല് പറിച്ച് കളയും, പിന്നെ അടുത്ത മാസം നോക്കാമെന്നൊക്കെ വിചാരിച്ച് വരുമ്പോഴേക്കും ആകെ ഒരു ഭംഗിയില്ലാതെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ ചെടിക്ക് ഭയങ്കര നീട്ടൊക്കെ ആയിട്ട് കിടക്കുന്നത് കണ്ടു കേട്ടോ. പിന്നെ നമ്മുടെ അമ്പലക്കുളത്തിലാണെങ്കിൽ ഒരു തവളക്കുട്ടൻ കയറി കിടപ്പുണ്ട്. അവനിങ്ങനെ ഇലകൾക്കിടയിൽ ഒളിച്ച് കിടക്കുകയാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഒരു ആമക്കുട്ടനാണ് വരാറ്. ഈ പ്രാവശ്യം തവളക്കുട്ടനും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെച്ച വെണ്ടത്തൈകൾ നല്ല രീതിക്ക് വളർന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നാലും ഇത്ര വളർച്ച പോരാ, കുറച്ചും കൂടി വലുതാവണം. അതുകൊണ്ട് മണ്ണൊന്ന് ഇളക്കിയിടണം എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. പിങ്ക് നിറത്തിലുള്ള ആകാശമല്ലിയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ചില ഇലച്ചെടികൾ കാണുമ്പോൾ തോന്നും ഇലച്ചെടിക്ക് ഭംഗിയെന്ന് തോന്നും. എന്നാലും എനിക്ക് പൂച്ചെടികൾ തന്നെയാണ് കേട്ടോ കൂടുതലിഷ്ടം. ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ ഇലച്ചെടികൾ കാണാനാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇലയ്ക്ക് ഭംഗിയുണ്ട്, അതൊരു ഭംഗി തന്നെയാണ്. എന്നാലും പൂവല്ലല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോകും കേട്ടോ. അപ്പോൾ ഇന്നിങ്ങനെ ചുറ്റിയൊക്കെ നടന്നപ്പോൾ ഈ അരയിലിയ ഞാനിങ്ങനെ പല ചെടിച്ചട്ടികളിലായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്താ പറയുക, ആകെ കൊത്രാന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അതിനൊരു ഭംഗി വരുന്നില്ല. നല്ല ഭംഗിയുള്ള ഇലയാണ്, പക്ഷെ നമ്മളത് കട്ട് ചെയ്തും നേരത്തിന് നല്ല ഭംഗിയിലൊക്കെ നിർത്താതെ ആകെ ഇങ്ങനെ വിജൃംഭിച്ചൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പണി ഈ അരയിലിയ കട്ട് ചെയ്തും കഴിഞ്ഞ് നല്ല ഉണ്ടപ്പനാക്കി നല്ല ഭംഗിയായിട്ട് നിർത്താമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഈ ഇലച്ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് മാത്രമൊന്നല്ല കേട്ടോ, നമ്മുടെ ആ പിങ്ക് നിറത്തിലുള്ള ആ ചെടിയായാലും ഒരുമിച്ച് കുറേ കാണുമ്പോഴാണ് നല്ലൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഈ തുമ്പ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒപ്പാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയും ഉണ്ടാവും. അത് മാത്രമല്ല ചെടിക്കും നല്ല രീതിക്ക് വളർന്നു വരാനുള്ള ഒരു ത്വരയുണ്ടാവും. നമ്മളെ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതും നല്ല സന്തോഷിച്ച് നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ഓരോരോ തണ്ടുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീണ്ട് ഒരു ഷേപ്പില്ലാതെയൊക്കെ നിൽക്കണതിനെ ഒരു ഷേപ്പാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. ഈ ചെടികൾ വെട്ടി നിർത്തുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മുടിയും. നമ്മുടെ മുടി ഇടയ്ക്കൊക്കെ വെട്ടി നിർത്തുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. ഒട്ടും വെട്ടാതെയും അതിൻ്റെ തുമ്പ് ഭാഗം ഭംഗിയില്ലാണ്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് കാണാൻ തന്നെ ഒരു രസം ഉണ്ടാവില്ല. ഈ മുടിയായാലും ഇങ്ങനെ സമയാസമയങ്ങളിലൊക്കെ വെട്ടി നിർത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ലുക്കൊക്കെ തരും. അങ്ങനെ അരയിലിയ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ചെടികൾ വെച്ചിടും പിന്നെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ അങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. നമ്മളെന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പരിപാലിച്ച് കൊണ്ടുവരണം. ചിലരുണ്ട് എവിടെ ഏത് വീട്ടിൽ പോയാലും ചെടി തരുമോ എന്ന് ചോദിച്ചും കഴിഞ്ഞിട്ട് മേടിക്കും. പക്ഷേ അത് മേടിച്ചും കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നും കഴിഞ്ഞ്
അത് കുഴിച്ചിടാൻ പോലും ഒരു ടൈം കണ്ടെത്താതെ അതങ്ങനെ കാട്ടിക്കളയും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മറ്റുള്ളവരോട് ചെടി ചോദിക്കാനായിട്ട് പാടുള്ളൂ. ഇനി അഥവാ നമ്മൾ ചെടി ചോദിച്ചു പോയി നമ്മൾ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് കുഴിച്ചിടണം കേട്ടോ. കാരണം ചെടിയെ സ്നേഹിക്കുന്നവരാണല്ലോ ഈ ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് നമ്മളായിട്ട് എന്തിനാ 2 കമ്പുകളൊക്കെ കട്ട് ചെയ്ത് വാങ്ങിയിട്ട് നമ്മളത് വേസ്റ്റ് ആക്കാമെന്ന് പറയുകയാണെങ്കിൽ അത് ശരിയല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ പറയും എനിക്കൊരു ടൈമില്ല അതുകൊണ്ടാണെന്ന് പറയും. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ടൈം. നമ്മളായിട്ട് അതിനായിട്ടൊരു സമയം കണ്ടെത്തുന്നതാണ്. ഇതൊരു വലിയൊരു ജോലിയായിട്ട് കണക്കാക്കാതിരുന്നാൽ മതി കേട്ടോ. ഇതൊക്കെ നമ്മുടെ മനസ്സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നല്ല ഭംഗിയിൽ ചെടികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും. അപ്പോൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഒരു കത്രിക എടുത്ത് 10 മിനിറ്റ് കൊണ്ടൊന്ന് വെട്ടി ഒരുക്കി എടുക്കാനായിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വയ്ക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്തു. ഞാനത് വെട്ടി നിർത്തിയപ്പോൾ ഉള്ള ഭംഗി കണ്ട അതിന് മുൻപാണെങ്കിൽ ഇങ്ങനെ ഭംഗി ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നും. എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂലേ എന്നൊക്കെ നമ്മൾ കരുതിപ്പോവും. അപ്പോൾ നമ്മുടെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിച്ചൊക്കെ എന്തുമാത്രം സമയം കളയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതല്ലാതെ നല്ല കാര്യങ്ങൾക്കായിട്ട് കുറച്ച് സമയമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്തോളൂ. പിന്നെ ഇതാണെങ്കിൽ പ്രത്യേകിച്ച് ഓണക്കാലം കൂടിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെടികളും പൂക്കളും ഒക്കെ എന്തായി ഏതായി എന്ന് നമ്മൾ ഈ ഒരു സമയത്താണ് നോക്കുക. കാരണം എന്ന് വെച്ചാൽ നാളെ അത്തം തുടങ്ങാണല്ലോ. അപ്പോൾ ആ അത്തത്തിന് ഇനി പൂക്കളിടാൻ വേണ്ടിയിട്ട് നമ്മൾ പൂക്കളൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ വീട്ടുമുറ്റത്തെ ചെടികളിൽ അയ്യോ ഇത് ഇനി പൂവില്ലല്ലേ, അല്ലെങ്കിൽ ഈ ചെടി ഇങ്ങനെയായിരുന്നു, ഇത് മുൻപേ വളമിട്ട് കൊടുക്കേണ്ടതായിരുന്നു, അങ്ങനെയൊക്കെ തോന്നാൻ ആ സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ അന്വേഷിക്കാതെ അതിന് മുൻപേ തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരുടെയും ഓണ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി. ചെണ്ടുമല്ലിയൊക്കെ വീട്ടുമുറ്റത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സുഖമാണ് കേട്ടോ. ആ പൂ പറിച്ചങ്ങിട്ട് പൂക്കളം ഇടല്ലേ വേണ്ടു. അല്ലാത്തവർക്ക് വാങ്ങണം. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് പൂക്കളൊക്കെ മേടിക്കും കേട്ടോ. എന്നാലേ നമുക്ക് നല്ലൊരു കളറിടാനായിട്ട് പറ്റുള്ളൂ. മുൻ വർഷങ്ങളിലൊക്കെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ചെണ്ടുമല്ലി കൃഷിയൊക്കെ നടത്തിയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഈ പൂ വിൽപ്പനയൊക്കെ ആയിട്ട് ഭയങ്കര തകൃതിയായിരിക്കും അത്തം മുതൽ. അങ്ങനെ അതൊരു നല്ല രസമുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ കഷ്ടപ്പാടും ഉണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഇപ്പോൾ മണ്ണിൽ പുല്ല് വലിച്ചും മണ്ണ് കയറ്റിയൊക്കെ ഇട്ടും അങ്ങനെയൊക്കെ നമ്മൾ കുറേ സമയം ചിലവഴിക്കണം. നമുക്കതൊന്നും ആ ഒരു വലിയൊരു ഏരിയയിൽ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ ജോലിയൊക്കെ നമുക്ക് കുറച്ച് പാടായിട്ടൊക്കെ തോന്നും. പക്ഷേ ആ പൂ വിരിഞ്ഞൊക്കെ വരുമ്പോൾ കാണുമ്പോൾ തന്നെ നമ്മുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ പോകും കേട്ടോ. നല്ല രസമുള്ള ഒരു ഓർമ്മയായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഈ അടുത്തൊന്നും അധികം ചെണ്ടുമല്ലി കൃഷിയൊന്നും ആരും തന്നെ വെച്ചിട്ടില്ല കേട്ടോ. ഇവിടെ അടുത്ത് ഒരു സ്കൂളുണ്ട്. ആ സ്കൂൾ മുറ്റത്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതല്ലാതെ നമ്മുടെ ഇവിടെ അഷ്ടമിച്ചിറയിൽ വലിയ പൂന്തോട്ടമൊക്കെ ഉണ്ടാവാറുണ്ട് ചെണ്ടുമല്ലിയുടെ. അവർ ഇപ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ആ പൂന്തോട്ടമൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരും. അത്ര രസമായിരുന്നു അത് കാണാനായിട്ട്. ഇപ്രാവശ്യം അവർ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇനി ഇപ്രാവശ്യം ആർക്കും അങ്ങോട്ട് വരാനും പറ്റില്ല. അല്ലെങ്കിൽ അവിടെ ട്രാഫിക് ബ്ലോക്കൊക്കെ വരാറുണ്ട് കേട്ടോ ഈ ചെണ്ടുമല്ലിപ്പാടം കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് തുളസിയുടെ കതിര് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ചോട്ടുമോന് സഹിക്കുന്നില്ല. ചോട്ടുമോൻ ഈ തുളസി കടയിലിരുന്നും കഴിഞ്ഞ് എൻ്റെ കൈ എയിമെടുത്ത് ചാടാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ സൂക്ഷിക്കണം. കാരണം ഈ കത്രിക കൊണ്ട് കൊച്ചിൻ്റെ കയ്യോ വാലോ എന്തെങ്കിലും കട്ട് ചെയ്ത് പിന്നെ അത് മതിയില്ലേ സങ്കടത്തിന്. അത് കാരണം ഞാൻ കൊച്ചിനെ എടുത്തും കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് തുളസിക്കതിരി ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോട്ടൂന് മനസ്സിലായി, അമ്മ ഈ ഒരു ജോലിയാണ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് കാണിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊച്ചിന് സന്തോഷമായിട്ടാണ്. അവനെ ശ്രദ്ധിക്കുന്നുണ്ട്, അവനെ കൊഞ്ചിക്കുന്നുണ്ട്, അവൻ ഓടുന്നതും ചാടുന്നതും നോക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊച്ച് പിന്നെ ഇങ്ങനെ നടന്നോളും. അപ്പോൾ മിക്ക സമയവും ഇവിടെ ചെടികൾക്കിടയിൽ ഒളിച്ചിരിക്കലും ചാടലും കോഴിമക്കളെ പേടിപ്പിക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ആശാനായിട്ടാണ് ഇവിടെ നടപ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പാവം പോലെയൊക്കെ ഇരിക്കും. പിന്നെ ചില സമയത്ത് എൻ്റെ പൊന്നെ ഭയങ്കര വികൃതിയാണ് കേട്ടോ. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ കാല് മോടി വന്നു കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിക്കും. നമ്മൾ ഞെട്ടിപ്പോവും കേട്ടോ. എന്താണാവോ എന്ന് വിചാരിച്ച് താഴത്തേക്ക് വെക്കുമ്പോഴും ഇവൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് ചോട്ടുവിൻ്റെ കുസൃതി തരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ തുളസിയുടെ കതിരൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. തുളസി നല്ല ബുഷിയായിട്ട് വരാനായിട്ട് ഇങ്ങനെ കതിരുകൾ കാണുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ.
പിന്നെ ഈ ബാൾസ് ഉണ്ടല്ലോ, ചൈനീസ് ബാൾസ് ഇവിടെ ഇതുപോലെ തന്നെ നിൽക്കുന്നത്. ഒരു തയ്യാന്ന് തോന്നില്ല കേട്ടോ, 5-8 ബ്രാഞ്ചസ് ആയിട്ടാണ് അതിങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. അത് കാരണം ഇഷ്ടംപോലെ പൂക്കളുണ്ട്, കാണാനും തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ബ്രാഞ്ചുകളായിട്ട് തിരിയുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ വൈറ്റും വയലറ്റും നിറത്തിലുള്ള പൂക്കളുടെ ചെടിയാണ് ഈ കാണുന്നത്. അതിങ്ങനെ ഭയങ്കരമായിട്ട് തണ്ട് നീണ്ടിട്ട് അവിടെ ഒരു കാട് രൂപം പ്രാപിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്യാണ്. അപ്പോൾ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ നോക്കാനും ഒക്കെ. അപ്പോൾ അമ്മയും വന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ചെടി കട്ട് ചെയ്താലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കൽ പുല്ലൊക്കെ ചെത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എന്നും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെയ്തതേ അതൊരു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നല്ല വെയിലുള്ള കാരണം കുറേ സമയം അവിടെ അതൊക്കെ ചെയ്ത് നിൽക്കാനായിട്ട് പറ്റിയിട്ടാണ്. മഴയാണെങ്കിൽ പിന്നെ നമ്മുടെ പുല്ല് ചെത്തലും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ റോഡിൻ്റെ സൈഡിലായിട്ട് അത് ചെയ്യുമ്പോൾ അവിടേക്ക് നമ്മുടെ ചോട്ടുമോൻ വരും കേട്ടോ. അപ്പോൾ ആ സമയത്തുണ്ടല്ലോ അതിലെ ഇങ്ങനെ തെരുവ് നായകൾ 2 ഓടി അങ്ങോട്ട് വന്നപ്പോൾ ചോട്ടുവിനെ അങ്ങോട്ട് പേടിയായിട്ട് ചോട്ടു പ്രാണനും കൊണ്ട് ഓടി വന്ന് കാറിൻ്റെ ചോട്ടിൽ അഭയം പ്രാപിച്ചതാണ് കേട്ടോ ഇന്ന്. എന്നിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വീണ്ടും വന്നത്. അങ്ങനെ ഓരോരുത്തരും ഓണായിട്ടുള്ള ഓരോ തിരക്കിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടും പരിസരമൊക്കെ കാട് പിടിച്ച് കിടക്കാതെയും അതുപോലെ തന്നെ വൃത്തിയില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നേരെയാക്കാനുള്ള സമയങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുക. ഓണം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ വരും പോകുന്നൊന്നും നിസ്സാരമാക്കി കളയാതെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ വളരെ ഹാപ്പി ആയിട്ട് ആഘോഷിക്കാനായിട്ട് നോക്കണം കേട്ടോ. ചുറ്റും നോക്കുമ്പോൾ സന്തോഷം ഉണ്ടെന്ന് തോന്നണമെങ്കിൽ തന്നെ ചുറ്റുപാടുകൾ വൃത്തിയും വെടുപ്പായിട്ട് കിടക്കണം. അല്ലാതെ നമ്മൾ കുറേ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു രസമാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് തെറ്റാണ് അല്ലേ. നമ്മൾ പൂക്കളിടുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തല്ലേ. അപ്പോൾ ആ വീടിൻ്റെ മുറ്റമൊക്കെ നല്ല വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ടെങ്കിലല്ലേ അവിടെ പൂക്കളിട്ടാലും കൂടുതൽ ഭംഗിയായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വൃത്തിയും വെടുപ്പൊക്കെ ആക്കി ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെടി വെട്ട് വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിമക്കളൊക്കെ ഇവിടെയായിട്ടാണ് തമ്പടിച്ചിരിക്കുന്നത്. അമ്മ വെട്ടിയ ചെടികളുടെ ഭംഗിയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിക്കും സംഘമൊക്കെ ഇവിടെ വന്നിങ്ങനെ നോക്കി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.